ഹായ്, നമുക്കിന്ന് സോയ ചങ്ക്സ് വെച്ചിട്ടൊരു വെറൈറ്റി സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കുറച്ച് സോയ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് കസൂരി മേത്തിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആ ഒരു സോയ ചങ്ക്സ് നമുക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കും സവാളയും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ. അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ച് സവാളയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും പച്ചമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോയ ചങ്ക്സ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അതിനുശേഷം അതിലേക്ക് അതൊന്ന് കുക്കായി വരാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാമേ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കസൂരി മേത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.